ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് ഷോപ്പ് ലീവാണല്ലോ വിഷു ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോയിട്ട് നല്ല ക്രിക്കറ്റ് കളിക്കാമെന്ന് വിചാരിച്ച്. കളിക്കാൻ പോകുമ്പോൾ എനർജി വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു ചായയും അതുപോലെ തന്നെ ഒരു കായുണ്ടിയും കഴിച്ച്. അത് നമ്മളെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ നേരെ മുന്നിൽ ഒരു ചായക്കടയിൽ നിന്നാട്ടോ. പക്ഷേ നമ്മൾ ലൊക്കേഷൻ ബീച്ചാണേ, അതുകൊണ്ട് നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടീമൊക്കെ സെറ്റാക്കി നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുക. കളി അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ 10-21 ആളുണ്ട്. പിന്നെ ബീച്ചിൽ നിന്ന് കളിക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മേത്ത് മൊത്തം പുഴിയായിന്. കടൽ കയറുന്ന കണ്ടിട്ട് നമ്മൾ മെല്ലെ കളിയങ്ങ് നിർത്തിയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് ആണല്ലോ മെയിൻ. വിഷു ആയതുകൊണ്ട് തന്നെ എല്ലാ റെസ്റ്റോറൻറ്റും നല്ല റഷാണ്. ആദ്യം തന്നെ പ്ലേറ്റ് വെച്ച് നമുക്ക് ഇത്രയും ആൾക്കാർക്ക് പ്ലേറ്റ് വെക്കണമല്ലോ, അതിൻ്റെ വലിയൊരു പണിയാണ്. അപ്പോഴത്തേക്ക് പിന്നെ പൊറോട്ട വന്നു, പിന്നെ നമ്മൾ മുട്ടക്കറി വന്നു, നമ്മൾ ബീഫ് ഫ്രൈയും വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, പൊറോട്ട ഇട്ട് ബീഫ് ഫ്രൈ ഇട്ട് തുടങ്ങി അങ്ങോട്ട്. പൊറോട്ടനപ്പുറം ബീഫ് ഫ്രൈ ആ കോമ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മളെ മുട്ടക്കറി അങ്ങോട്ട് ഇട്ട് ഒരു പിടുത്തം പിടിച്ച്, അതും നൈസായിരുന്നു. പിന്നെ ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചിക്കൻ കറി വന്നായിരുന്നു കേട്ടോ. അത് ഒഴിച്ച് പൊറോട്ടനപ്പുറം അതും വെച്ചൊന്ന് കീച്ച്, അതും അടിപൊളിയായിരുന്നു. ചിക്കനും ബീഫിനും ഒരു പിണക്കം വേണ്ടെന്ന് വെച്ചിട്ട് ഒരെണ്ണാളും വെച്ചൊരു കീച്ച് കീച്ച്, അത് അടിപൊളിയായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ പൂരിക്കൂട്ടെ ഓനെയും വെച്ചടിച്ച്. നോക്കുമ്പോൾ താടി എവിടെ നിന്നൊക്കെ ഒരു പുട്ടും വന്നിന്. പുട്ട് വന്ന അയിലക്കറി, അതാണല്ലോ അതിൻ്റെ കോമ്പിനേഷൻ. അതിൻ്റെ ഗ്രേവി മാത്രം കൂട്ടി അടിച്ചു നോക്കിയേ, അടിപൊളി. പിന്നെ സമാപനം കുറിച്ചിട്ട് നമ്മൾ ചായയും കൂടി അടിച്ചായിരുന്നേ. ഇതൊന്നും അല്ല ഹൈലൈറ്റ്. ബില്ല് കണ്ടപ്പോൾ കിളിവാരത്. പക്ഷെ ഞങ്ങൾ 21 ആളുണ്ടായിരുന്നു. ഇത് കണ്ട മുതലാളി പറഞ്ഞു, യു ഡോണ്ട് വറി ഐ വറി എന്ന് പറഞ്ഞു മൂപ്പർ അങ്ങ് ബില്ല് പേ ചെയ്തു. ഇനി ഇതുപോലത്തെ കുറേ ബില്ലുകൾ മൂപ്പർക്ക് കൊടുക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ നമ്മളും പ്രാർത്ഥിച്ചു. അപ്പോൾ തലശ്ശേരിയിൽ വന്നിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് തപ്പി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നോട്ടാ. നമ്മളെ പഴയ ബസ് സ്റ്റാൻഡിലുള്ള ജൂബിലി റെസ്റ്റോറൻറ്റ്.